ശബരിമല ശ്രീകോവിൽ വാതിലിലെ സ്വർണം പൂശിയ പാളികൾ ഇറക്കി മാറ്റി സ്വർണം അപഹരിച്ച കേസിൽ വൻ സ്രാവുകൾ കുരുക്കിലേക്ക്. മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ, മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരടക്കം 8 പേർ കേസിൽ ഗൂഢാലോചന നടത്തിയതായി ക്രൈംബ്രാഞ്ച് മേധാവിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ പ്രതികളുമായി ചേർന്ന് അന്യായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് റിപ്പോർട്ട്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി, റോതം ജൂലേഴ്സ് ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീകോവിൽ വാതിലിൽ നിന്ന് ഇളക്കിയെടുത്ത പാളികളിലെ സ്വർണം രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ച് കട്ടയാക്കി മാറ്റിയതായി കണ്ടെത്തി. പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് 190.24 ഗ്രാം സ്വർണവും ഗോവർദ്ധനിൽ നിന്ന് 474.960 ഗ്രാം സ്വർണവും അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. എന്നാൽ പാളികളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ സ്വർണത്തിന്റെ അളവ് ഇതിലും കൂടുതലാണെന്നും ഇത് സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ BSSലേക്ക് അയച്ചിരിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്നതിലെ സ്വർണം പൂശിയ എന്ന ഭാഗം ബോധപൂർവം ഒഴിവാക്കി ചെമ്പ് പാളികൾ എന്ന് മാത്രം രേഖപ്പെടുത്തിയതിലൂടെയാണ് തട്ടിപ്പിന് തുടക്കമിട്ടത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന 3ാം പ്രതിയുടെ ശുപാർശയോടെയാണ് ഈ പാളികൾ ഇളക്കി മാറ്റി ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കടത്തിയത്. ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണ് ഈ തിരിമറി നടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല ശ്രീകോവിൽ വാതിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രമല്ല, അയ്യപ്പന്റെ പ്രഭാമണ്ഡലത്തിൽ നിന്നും സ്വർണം കവർന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. ശിവരൂപങ്ങളും വ്യാളി രൂപങ്ങളും കൊത്തിവെച്ച പ്രഭാമണ്ഡലത്തിലെ സ്വർണവും ദശാവതാര രൂപങ്ങൾ പതിപ്പിച്ച പാളികളിലെ സ്വർണവും ഇളക്കി മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക കണക്കുകൾ പ്രകാരം 989 ഗ്രാം ഇത്തരത്തിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. BSSയിലെ പരിശോധനാ ഫലം വരുന്നതോടെ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇനിയും കൂടുമെന്നാണ് കരുതുന്നത്. എന്തായാലും ശബരിമലയിൽ നമ്മൾ വിചാരിച്ചതിലും അപ്പുറമാണ് കാര്യങ്ങൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ, റോതം ജ്വല്ലറി ഉടമ എന്നിവരിതിലെ നിർണായക കണ്ണികളാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 2019 സ്വർണം പൂശാനെന്ന വ്യാജേന പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതാണ് തട്ടിപ്പ് തുടങ്ങിയതിൽ 100 ഗ്രാമോളം സ്വർണം കൂലിയായി പങ്കജ് ഭണ്ഡാരി കൈപ്പറ്റി. ബാക്കി സ്വർണം കട്ടകളാക്കി മാറ്റി ഗോവർദ്ധൻ റോതത്തിന് കൈമാറി. ഈ സ്വർണം പ്രതികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, മുൻ കമ്മീഷണർ N വാസു എന്നിവർക്ക് ഈ തട്ടിപ്പിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. സ്വർണം പൂശിയ പാളികൾ ഇളക്കി മാറ്റുമ്പോൾ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ സാന്നിധ്യം നിർബന്ധമാണെന്നിരിക്കെ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു മനഃപൂർവ്വം ഇതിൽ വീഴ്ച വരുത്തി. കൂടാതെ സ്വർണം പൂശിയത് എന്ന ഭാഗം രേഖകളിൽ നിന്ന് മാച്ചു കളഞ്ഞ് വെറും ചെമ്പ് പാളികൾ എന്ന് രേഖപ്പെടുത്തിയത് ബോർഡ് പ്രസിഡന്റിന്റെയും കമ്മീഷണറുടെയും അറിവോടെയാണെന്ന് അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഇതിന്റെ ഭാഗമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. മന്ത്രിയുടെ വിദേശ യാത്രകളെക്കുറിച്ചും ബംഗളൂരുവിൽ വച്ച് പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരത്തെക്കുറിച്ചും അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ബോർഡിന്റെ സ്വതന്ത്രമായ തീരുമാനങ്ങളിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് മുൻ മന്ത്രിയുടെ വിശദീകരണം. അതായത് ശബരിമലയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി? ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷണം നടത്തി പങ്കജ് ഭണ്ഡാരി, പത്മകുമാർ, തുടങ്ങിയവർക്ക് ഇത് കൈമാറി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. തീർച്ചയായിട്ടും ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. മാത്രമല്ല CPM ഇപ്പോൾ ആകെ തകർന്നിരിക്കുകയാണ്. കാരണം പത്മകുമാറും വാസുവിനും ഒക്കെ നേരിട്ട് പങ്കുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉന്നതരുമായിട്ട് ബന്ധമുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന CPM പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഈ അടൂർ പ്രകാശ് അടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും.
ഈ തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച്, ആ ഹോട്ടൽ ഏതാണെന്ന് അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഹോട്ടലിൽ വെച്ച് ഉന്നതനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റാളുകളും തമ്മിൽ സംസാരിച്ചു എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുന്നതിനിടയിലും CPM-നെ വല്ലാത്ത രീതിയിൽ അമ്പരപ്പിച്ചുകൊണ്ടാണ് പ്രഭാമണ്ഡലത്തിലെ വരെ സ്വർണം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ശിവന്റെ രൂപത്തിലെയും വ്യാളിയുടെ രൂപത്തിലെയും അടക്കം ശബരിമലയിൽ പലതിന്റെയും സ്വർണങ്ങൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആലോചിച്ച് നോക്കണം, ഭക്തർ അത്രത്തോളം വിശ്വാസത്തോടെ വന്ന് നിൽക്കുന്ന ശബരിമല, ആ ശബരിമലയിൽ സർക്കാരിന്, ദേവസ്വം ബോർഡിന് സ്വതന്ത്ര തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒരു ദേവസ്വം മന്ത്രി? എങ്ങനെയാണ് ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായ ഒരു തീരുമാനം വരുന്നത്? സാധാരണക്കാരന്റെ പണം, സാധാരണക്കാരൻ ദൈവത്തിന് കൊടുക്കുന്ന പണം, ഈ പണമൊക്കെ എടുക്കാൻ ദേവസ്വം വകുപ്പിന് എന്താണ് അധികാരം? ദേവസ്വം വകുപ്പ് ആരാണ്? ഭഗവാന് മുകളിലാണോ ദേവസ്വം വകുപ്പ്? അങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടാണ്. അതായത് ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളും ചേർന്ന ശബരിമല മുഴുവൻ കൈയിട്ട് വാരിയിരിക്കുന്നു. ശബരിമല മുഴുവൻ എന്താ പറയുക, മൊത്തത്തിൽ ഊറ്റി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2019 കൊറോണ സമയത്ത് തുടങ്ങിയതാണ്. ആ സമയത്ത് എല്ലാവരും വീട്ടിനകത്തിരിക്കുമ്പോൾ അയ്യപ്പനെ എങ്ങനെ കക്കാം, അയ്യപ്പന്റെ സ്വർണം എങ്ങനെ കക്കാം, കൊറോണയെ പോലും ഭയമില്ലാതെ, അതിന് മുകളിലാണ് പണം. കൊറോണയൊക്കെ വന്നപ്പോൾ നമ്മളൊക്കെ കരുതി പണത്തിനൊന്നും ഒരു ഇതുമില്ല, കാരണം ഏത് സമയം വേണമെങ്കിലും മരിക്കാം എന്നുള്ളത്. പക്ഷെ സഹാക്കന്മാർക്കായാലും ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും മറ്റു പലർക്കായാലും പണമാണ് വേണ്ടത്. ആ സമയത്ത് ഇവർ അയ്യപ്പനെ അപഹരിക്കാനായി നടന്നു, അയ്യപ്പന്റെ സ്വർണം അപഹരിക്കാനായി നടന്നു. ആ കൊറോണ സമയത്ത് ഇവരൊരു അവസരമാക്കി എടുത്തുകൊണ്ട് അയ്യപ്പന്റെ മുതലുകൾ കക്കാൻ നടന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ക്രിമിനൽ മൈൻഡാണ് ഈ ഉദ്യോഗസ്ഥർക്കുള്ളതെന്ന് പറയുന്നത്. ശബരിമലയിലെ സ്വർണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊള്ളയടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് വിശ്വാസികൾ അറിയേണ്ടത്. കാരണം കോടതി ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ് SITക്ക് ഈ അന്വേഷണം നടത്തിയ മതിയാവും. കാരണം SITയെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്വാഭാവികമായിട്ട് പിണറായി വിജയനോട് പറയാതെ ഇവർക്ക് അറസ്റ്റ് ചെയ്യൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലൊക്കെ നടക്കില്ല. ഇത് കൈകടത്തലുകൾ CPM-ന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉണ്ടാകുമ്പോൾ കോടതി ഇവരെ വിരട്ടും. മാത്രമല്ല കോടതി ഇനി വിരട്ടുക എന്നതിലപ്പുറം ഒരുപക്ഷെ മറ്റേതെങ്കിലും ഏജൻസികൾക്ക് അന്വേഷണം കൊടുക്കാനുള്ള സാധ്യതകളുമുണ്ട്. അതും SIT ഭയപ്പെടുന്നുണ്ട്, CPM-ഉം ഭയപ്പെടുന്നുണ്ട്. എന്തായാലും പത്മകുമാറിനും വാസുവിനും തട്ടിപ്പിൽ നേരിട്ട് പങ്ക് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പറയുന്നത്. CPM ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം ഇനി മാറ്റി പറയേണ്ടി വരുന്നു. ഗോവിന്ദമാഷൊക്കെ പറഞ്ഞത് പത്മകുമാർ പിന്നെ പ്രതിയെ അല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പത്മകുമാറിനും വാസുവിനും ഒക്കെ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇനി എന്താകും? മാത്രമല്ല കടകംപള്ളിയുടെ വിദേശ യാത്രകൾ എന്താണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തും. വിദേശ യാത്രകൾ നടത്തിയത് എന്തിനാണ്? ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോയത് എന്തിനാണ്? അവിടെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? അവിടെ വച്ചിട്ടാണോ ശബരിമലയെ വിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വത്തുകൾ വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്? അതിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ അത് CPM-നെ വല്ലാതെ വരിഞ്ഞു മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പന്റെ മുതൽ കെട്ടവരെ ഓരോരുത്തരെയും അയ്യപ്പൻ തന്നെ പുറത്തു കൊണ്ടുവരും. സത്യങ്ങളൊക്കെ പുറത്തു വരും. ആ സമയത്ത് കോൺഗ്രസും CPM-ഉം കേരളത്തിൽ ഉണ്ടാകണം. ഈ പറഞ്ഞവരോടൊക്കെ തിരിച്ച് പല ചോദ്യങ്ങളും ചോദിക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനുണ്ട് എന്ന് മറക്കാതിരിക്കുക.